ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിക്കും സച്ചിക്കും 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും അതുപോലെ മൊമെന്റോയും ഒക്കെ കിട്ടി. ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ശ്രുതിയും കൂടി നാറി വെളുത്ത് നമ്മൾ ജയിക്കുള്ളൂ എന്ന് നാഴിക നാപ്പോട്ടം പറഞ്ഞ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് നടന്ന് ശ്രുതിക്കും മുന്നിലൂടെയാണ് വിജയശ്രീ ലാളിതരായിട്ട് ഇവർ രണ്ടുപേരും വരുന്നത്. ആ സമയത്ത് പിന്നെ കാണിക്കുന്ന അച്ഛനെ, അതായത് നമ്മുടെ രവിയേട്ടനെ. അപ്പോൾ രവിയേട്ടനെ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ ആൾക്കാർ 2 മാലയൊക്കെ പിടിച്ച് കുറേ ചെണ്ടമേളക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രവിയേട്ടൻ ഞെട്ടിപ്പോയി. രവിയേട്ടൻ ഓടി ഇറങ്ങി വന്നു. എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പം അവർ സ്വയം പരിചയപ്പെടുത്തി. അല്ല, ഇതെന്താ അമ്പലമോ അതോ ഓഡിറ്റോറിയോ? ഇതെന്താ രജിസ്റ്റർ ഓഫീസൊന്നും അല്ല. കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് എന്താ സ്ഥലം മാറിപ്പോയോ എന്നൊക്കെ രവിയേട്ടൻ ആ ചേട്ടനോടും ചേച്ചിയോടും ചോദിക്കുക. വീട്ടിൽ വെച്ചും കല്യാണം നടത്താലോ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊക്കെ ആരാന്ന് ചോദിച്ചു. ഈ മാലയും ചെണ്ടയും മേളവും ഒക്കെ ആയിട്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്താ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് രവിയേട്ടൻ പറയുമ്പോൾ ഞങ്ങൾ കൊച്ചമ്മ വിളിച്ചിട്ട് വന്നാന്ന് പറഞ്ഞു. കൊച്ചമ്മയോ? ആ അതെ, ചന്ദ്രമതി കൊച്ചമ്മ വിളിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അതെ, അവർ അങ്ങനെ ഞങ്ങളോട് വിളിക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും കൊച്ചമ്മയോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ എന്ന് രവിയേട്ടൻ പറയാണ്. അന്നേരം ചന്ദ്രമതി താലവും തട്ടും ഒക്കെ ആയിട്ട് ഇറങ്ങി വരുന്നു. നിങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനെയാ കൊച്ചമ്മേ, ഞങ്ങൾ കാശ് വാങ്ങിച്ചു പോകുന്നവരല്ല, ഏൽപ്പിച്ച ജോലി കൃത്യസമയത്ത് ആത്മാർത്ഥതയോടുകൂടി ഭംഗിയായിട്ട് ചെയ്യുന്നവരാണെന്ന് പറയുമ്പോൾ അല്ല കൊച്ചമ്മേ, അല്ല ചന്ദ്രേ, എന്തിനാ ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു രവിയേട്ടാ, എൻ്റെ ശ്രുതിമോനും ശ്രുതിമോളും മത്സരത്തിൽ വിജയിച്ചു വരികയല്ലേ, അവർക്ക് വേണ്ടുന്ന രീതിയിൽ സ്വീകരണമൊക്കെ കൊടുക്കണ്ടേ? അപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇവരെയൊക്കെ ഏർപ്പാടാക്കിയിരിക്കുന്നത് അല്ലേ എന്ന് ചോദിച്ചപ്പം അതെ അല്ല, ഈ കോമ്പറ്റീഷനിൽ അവരാണ് വിജയിച്ചെന്ന് നീ ഉറപ്പിച്ചു കഴിഞ്ഞോ? പിന്നെ അല്ലാതെ ശ്രുതിയും പോലെ കപ്പിൾ വേറെ ഉണ്ടാവുമോ? ബെസ്റ്റ് കപ്പിൾസ് അവർ തന്നെയാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ മുമ്പ് ശ്രുതിയെ വിളിച്ചിട്ട് മത്സരത്തിൽ ആരാ വിജയിച്ചെന്ന് ചോദിച്ചപ്പം അവൻ സന്തോഷത്തോടെ പറഞ്ഞു അതൊരു സർപ്രൈസാ, ഇവിടെ വന്നിട്ട് പറയാമെന്ന്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവല്ലോ വിജയിച്ചത് ആരാണെന്നുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞ് രവിയേട്ടൻ നിൽക്കുമ്പം അതെ, അവർ തന്നെയാണ് ജയിച്ചത്. കൊച്ചമ്മയ്ക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് അവർ അക്കാര്യം ഫോണിൽ പറയാതിരുന്നതെന്നൊക്കെ വന്നവരും പറഞ്ഞു. അവർക്കല്ലാതെ വേറെ ആർക്ക് കിട്ടാനാ? നിങ്ങൾക്കറിയോ എൻ്റെ മോനെ 7 ഡിഗ്രി അറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നിന്നിങ്ങനെ പൊങ്ങുവാണ്. അവൻ്റെ അത്രയും വിവരമുള്ള ഒരാൾ അവിടെ മത്സരിക്കാനേ വേറെ ഉണ്ടാവോ? എൻ്റെ മരുമോളോ മലേഷ്യയിൽ ജനിച്ചു വളർന്നവളാ, അവളെ പോലെ ലോക വിവരമുള്ള ആരും അവിടെ കാണത്തില്ല എന്നൊക്കെയായി ചന്ദ്ര. അതെ, ബെസ്റ്റ് കപ്പിൾസാണ് എപ്പോഴാണ് വരിക? അപ്പോൾ ഇപ്പോൾ വരും. അവരവിടുന്ന് നേരത്തെ വിട്ടായിരുന്നു. അവർ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാവരും കൊട്ടട്ടെ എന്നും പറഞ്ഞ് ചെണ്ട കൊട്ടിക്കുക. ചന്ദ്ര അവിടെ കിടന്ന് ഇങ്ങനെ അതിനൊപ്പം തുള്ളിക്കൊണ്ടിരിക്കുക. ഹായ്, ബെസ്റ്റ് കപ്പിൾസ് എത്തി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്ര അവിടെ കിടന്ന് തുള്ളുന്നു കേട്ടോ. അവർ വന്നു എന്നും പറഞ്ഞ്. അപ്പോൾ ശ്രുതിയും ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇത് കണ്ടപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഞെട്ടി ഇങ്ങനെ നിൽക്കുക. പക്ഷേ ശ്രുതിക്ക് തലയ്ക്കകത്ത് ആളുതാമസം ഇല്ലാത്തത് കൊണ്ട് ശ്രുതി തന്നെ കോമാളി വേഷം കെട്ടുകയും ചെയ്തു. അവിടെ കിടന്ന് ചുമ്മാ കിടന്ന് തുള്ളുക. അപ്പോഴേക്കും ശ്രുതി തുള്ളുന്നത് കണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ചന്ദ്ര അന്നേരം വലിയ ഇതായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഭയങ്കര പാട്ടും ഭയങ്കര ഡാൻസും ഒക്കെ. എൻ്റെ മക്കളെ ഉമ്മ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുത്തു. അപ്പോൾ മാലയിട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാല ഇടിക്കാൻ നോക്കുമ്പോൾ ആൻറ്റി 1 മിനിറ്റ്, താങ്ക്സ് ആൻറ്റി, മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് നല്ലൊരു സ്വീകരണം ഒരുക്കിയില്ലേ എന്ന് ശ്രുതി പറയാ. മാലിടാൻ വരട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ രവിയേട്ടൻ ചാടിക്കയറി പറയും. മാലിടാൻ വരട്ടെ ഇട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി. അപ്പോഴേക്കും ചന്ദ്ര എന്താ പറഞ്ഞു, മത്സരത്തിൽ വിൻ ചെയ്തില്ലെന്നോ, നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ച് ചന്ദ്ര കിടന്ന് തുള്ളുക. അപ്പോൾ ഇപ്പോൾ ഇല്ല ആൻറ്റി, ഞങ്ങളല്ല ജയിച്ചത് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ നെഞ്ചത്തടിച്ച് കയറുക. എടാ നീയല്ലേ പറഞ്ഞു ഇവിടെ വന്നിട്ട് പറയാം സർപ്രൈസ് ആണെന്നൊക്കെ പറഞ്ഞത്? അത് പിന്നെ തോറ്റതും ഒരു സർപ്രൈസ് ആയിട്ട് പറയാമല്ലോ, അതാ അമ്മേ ഞാൻ ഉദ്ദേശിച്ചതെന്ന് ശ്രുതി പറയുമ്പോൾ അയ്യോ പിന്നെ എന്തിനാടാ നീ വിളിച്ചു കൂപ്പി കിടന്ന് ആഹ്ലാദിച്ചേന്ന് രവിയേട്ടൻ ചോദിച്ചു. അയ്യോ അച്ഛാ, അത് പിന്നെ ഇവിടെ വന്നിറങ്ങിയപ്പോഴേ ചെണ്ടമേളം കണ്ടപ്പോൾ അറിയാതെ അങ്ങ് ആഹ്ലാദിച്ച് തുള്ളിപ്പോയതാണെന്ന് പറഞ്ഞു. പിന്നെ ആരാടാ ജയിച്ചത്? അമ്മേ ജസ്റ്റ് മിസ് അമ്മേ, ആര് ജയിച്ചെന്ന് പറയടാന്ന് പറയുമ്പം അത് പിന്നെ അവിടുന്ന് ഹോണിൻ്റെ ശബ്ദം കേട്ടു. നോക്കുമ്പോൾ നമ്മുടെ സച്ചിയും രേവതിയും വണ്ടിയിൽ വരുവാണ്. അതുപോലെ വർഷയും ശ്രീകാന്തും. അപ്പോഴേക്കും ചെണ്ടകൊട്ട് ഭയങ്കര നീങ്ങ് വാ എന്ന് പറഞ്ഞു വർഷയും ശ്രീകാന്തും തുള്ളി വരുമ്പോഴേക്കും ഇതെന്താ ഈ പരിപാടിയൊക്കെ ഇവിടെ ഒപ്പിച്ചേക്കുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കും. അത് മനസ്സിലായില്ലേ, ശ്രുതിയും ജയിക്കുമെന്ന് കരുതി നിന്റെ അമ്മ ഏർപ്പാടാക്കിയതാണെന്ന് ശ്രീകാന്തിനോട് പറയും. അപ്പോഴേക്കും വർഷയൊക്കെ നിന്ന് ചിരിച്ചു. ഇവർ തോറ്റല്ലോ, ഇവരല്ലെങ്കിൽ നിങ്ങളെ ജയിക്കുള്ളൂ എന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു. അപ്പോൾ എന്തായാലും സന്തോഷമായി മക്കളെ, എൻ്റെ മോനും മരുമോളും തന്നെ ജയിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് നിൽക്കുവാണ് ശ്രുതി. അന്നേരം ആൻറ്റി, ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ബെസ്റ്റ് കപ്പിൾസ്, പക്ഷേ അവിടെ വിജയിച്ചത് ഞങ്ങളല്ല എന്ന് വർഷ പറഞ്ഞു. അപ്പം നിങ്ങളും തോറ്റുപോയോ? അപ്പോൾ നിങ്ങളും ജയിച്ചില്ലേ എന്ന് ചന്ദ്ര ചോദിച്ചു. അപ്പം ഞങ്ങളും തോറ്റമ്മേ എന്ന് ശ്രീകാന്ത്.
അപ്പോൾ വേറെ ഏതോ കപ്പിളാ ജയിച്ചതല്ലേ? അതെങ്ങനെയാ? ചോദിച്ച ചോദ്യത്തിനൊന്നും മറുപടി പറഞ്ഞ് കാണത്തില്ലായിരിക്കും അല്ലേ? എല്ലാത്തിനും കെട്ടി ഒരുങ്ങി പോവാനല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അതൊക്കെ വിട്ട് കളയാ. ജയം തോൽവിയൊക്കെ പതിവല്ലേ ചന്ദ്ര എന്ന് രവിയേട്ടൻ. എന്ത് വിടാന്? അല്ല, ഈ സച്ചിയും രേവതിയൊക്കെ എവിടെയെന്ന് ചോദിച്ചു. ഒരു സച്ചിയും രേവതി, നമ്മൾ പച്ചക്കറി വാങ്ങുമ്പോൾ ചില കടക്കാർ കറിവേപ്പില ഫ്രീ ആയിട്ട് കൊടുക്കില്ലേ? അതുപോലെയാ മത്സരത്തിൽ ഇവർ പങ്കെടുക്കാൻ പോയപ്പം അവരും കൂടെ പോയത്. നന്നായി പഠിച്ചവർക്ക് പോലും ഇവിടെ സമ്മാനം കിട്ടില്ല. പിന്നെയല്ലേ എന്ന് പറഞ്ഞ ചന്ദ്രൻ നിന്ന് അപ്പോഴും അവരെ പരിഹസിക്കുക. എന്നും പറഞ്ഞ് നിൽക്കുക കേട്ടോ ശ്രുതി. അപ്പോൾ അവർ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പുറത്തായി കാണുമല്ലേ? എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങിയ രാത്രി ആകുമ്പോൾ വരുമായിരിക്കും അല്ലേ? നാണക്കേട് കാരണമേ. അന്നേരം അല്ലമ്മേ അവർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചിയും രേവതിയും രംഗപ്രവേശനം നടത്തിയിരിക്കുന്നു. ആ ട്രോഫിയും കയ്യിൽ പിടിച്ച്. അമ്മേ, ചന്ദ്രയ്ക്ക് അറ്റാക്ക് വന്നു. ചന്ദ്ര ചങ്കും പൊടിഞ്ഞിങ്ങനെ നിൽക്കും. അപ്പോൾ സച്ചിയുടെ കയ്യിൽ ട്രോഫിയും രേവതിയുടെ കയ്യിൽ ആ 1 ലക്ഷം രൂപയുടെ ക്യാഷ് ചെക്കും. ഇത് രണ്ടും കണ്ട് അവർ നടുങ്ങി. അച്ഛൻ കൊട്ടെന്നും പറഞ്ഞ് അച്ഛന് ഭയങ്കര സന്തോഷം. അപ്പോൾ അച്ഛനോട് വന്ന് മക്കൾ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ നേടി അച്ഛാ, ഞങ്ങൾക്ക് അച്ഛാ പ്രൈസ് എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കയ്യിലേക്ക് അത് കൊണ്ട് കൊടുത്തു സച്ചി. അത് കഴിഞ്ഞ് അച്ഛൻ അത് മേടിച്ചിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ രേവതി ആ പൈസയും അച്ഛൻ്റെ കയ്യിലേക്ക് തന്നെ കൊടുത്തു. അപ്പോൾ അച്ഛന് സന്തോഷം, ഇടമക്കളെ അച്ഛന് സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും അച്ഛൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നാശം എന്ന് പറഞ്ഞ് നിൽക്കും. അച്ഛൻ 2 മക്കളെയും കെട്ടിപ്പിടിച്ചു. നിങ്ങൾ വാ മക്കളെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എൻ്റെ മക്കൾക്കെല്ലാം ഫ്രീ ആയിട്ടാണ് എപ്പോഴും കിട്ടുന്നതെങ്കിലും കറിവേപ്പിലയ്ക്ക് അതിൻ്റെതായ ഫലം കറിയിലുണ്ട്. അതിപ്പം മനസ്സിലായി കാണുമല്ലോ നിനക്ക് എന്ന് രവിയേട്ടൻ്റെ വക ഒരു ചോദ്യവും കൂടി. ചന്ദ്രയൊക്കെ തൊലി ഉരിഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുക. കൊട്ടും കുത്തൊന്നും വേണ്ട, കാശ് തന്നല്ലോ എല്ലാവരും പോയിക്കോ എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങ് അകത്തേക്ക് കയറി പോകുമ്പോൾ അയ്യടാ അങ്ങനെ അങ്ങ് പോയാലോ? അതെ, നിങ്ങൾ എന്തിനാ വന്നേ? അതങ്ങ് ചെയ്തോ, ആ മാല അങ്ങ് കൊണ്ടിട്ടേ എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ തന്നെ വന്നവരെ കൊണ്ടെല്ലാം ചെയ്യിക്കാം. അപ്പം നിൽക്കുക അതെ കൊട്ടട മക്കളെ എന്ന് പറഞ്ഞു. രവിയേട്ടൻ പറഞ്ഞനുസരിച്ച് അവർ ചെണ്ട കൊട്ടി മാല ഇട്ടു. അതിനുശേഷം സച്ചിക്കും രേവതിക്കും ആരതി കത്തിച്ച് ചന്ദ്രമതിയുടെ കയ്യിൽ തന്നെ നമ്മുടെ രവിയേട്ടൻ കൊടുത്തു. എന്നിട്ട് ചന്ദ്രമതിയെ കൊണ്ട് ഒഴിയിക്കാൻ നോക്കാം. ഈ പെണ്ണുമ്പോൾ ഒഴിയുന്നില്ല. ഒഴിയടി എന്നും പറഞ്ഞു രവിയേട്ടൻ ചന്ദ്രയെ കൊണ്ട് അവരെ ആരതി ഒഴിയിക്കുകയും ചെയ്തു. അങ്ങനെ വിജയശ്രീ ലാളിതരായിട്ട് വന്ന് നമ്മുടെ രേവതിയും സച്ചിയും ഇങ്ങനെ തലയെടുപ്പോട് കൂടി നിൽക്കുമ്പോഴത്തേക്കും ചന്ദ്ര ഇവരെ രണ്ടുപേരും ഇങ്ങനെ നോക്കാം. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഒന്നെങ്കിൽ നീയും ശ്രുതിയും ജയിക്കണം, അല്ലെങ്കിൽ വർഷയും ശ്രീകാന്തും ജയിക്കണം. ഇവരെങ്ങനെയാണ് ജയിച്ചത് എന്നിങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോൾ രവിയേട്ടൻ, നീ വിചാരിച്ചതുപോലെ നടക്കണമെങ്കിൽ നീ അവിടെ ജഡ്ജസ് ആയിട്ട് പോയിരിക്കണം, മനസ്സിലായോ എന്ന് ചോദിച്ചു. അന്നേരം അതേന്ന് സച്ചിയും പറഞ്ഞു. അവർ ജയിച്ചാലെന്താ, ഇവർ ജയിച്ചാലെന്താ, ആര് തോറ്റാലെന്താ, എല്ലാവരും എന്താ നമ്മുടെ മക്കളല്ലേ എന്ന് ചന്ദ്രമതിയോട് രവിയേട്ടൻ ചോദിച്ചു. കൊട്ടടാന്ന് പറഞ്ഞ് കൊട്ടിക്കുമ്പം ഇതെന്താ തരുവോ? കൊട്ടും ഡാൻസ് ഒന്നും വേണ്ട എന്ന് ചന്ദ്ര പറയുമ്പം എൻ്റെ പൊന്നു ചന്ദ്ര, നീ കാശ് കൊടുത്ത് വന്നതല്ലേ, അത് നമുക്ക് മുതലാക്കണ്ടേ എന്ന് രവിയേട്ടൻ ചോദിച്ചു. സച്ചിയും രേവതിയും വിജയിച്ചതല്ലേ, ടിക്കടാ എന്നും പറഞ്ഞു നമ്മുടെ രവിയേട്ടൻ ചെണ്ട കൊട്ടിക്കുക. പിന്നെ അവിടെ കിടന്ന ഡാൻസും പാട്ടും ഒക്കെ ആയി. ആ സമയത്ത് ആ 1 ലക്ഷം രൂപയുടെ ചെക്ക് അത് ഈ സച്ചിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് സുതി മേടിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ട്രോഫിയും. അതിനുശേഷം ഇവനൊരു ഫോട്ടോ എടുക്കണം. അതിന് വേണ്ടിയിട്ട് സുതി അവിടെ കിടന്ന് ഇങ്ങനെ അട്ടപ്പെടലേ കിടന്ന് ഉരുണ്ട് കളിക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് താടാ മോനെ മാക്രി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം തട്ടിപ്പറിച്ച് നമ്മുടെ സച്ചി ഇങ്ങ് വാങ്ങിച്ചു. അത് ശരി, ഇതൊക്കെ സ്പോൺസർ ചെയ്തത് എൻ്റെ അമ്മയാട്ടോ. രേവതി താങ്ക്സ് പറ എന്ന് സച്ചു പറയുമ്പോൾ താങ്ക്സ് അമ്മേ എന്ന് നമ്മുടെ രേവതി പോടി എവിടുന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക ചന്ദ്ര. ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ തോറ്റവരും ജയിച്ചവരും എല്ലാം ക്ഷീണിച്ചു വന്നിരിക്കുകയല്ലേ, എല്ലാവരും അകത്തേക്ക് ചെല്ല എടാ നീ ഇത്തിരി കൂടുതൽ കഴിച്ചോ എന്ന് ശ്രുതിയോട് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ചേട്ടാ ഓക്കെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് കയറിപ്പോയി. ചേട്ടാ ചെലവേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും അങ്ങ് പോയി, അതായത് സച്ചോട്. ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പം ചന്ദ്രമതിയും ദേഷ്യത്തോടെ കയറി പോകാൻ നോക്കുക. അപ്പോൾ ചന്ദ്രൻ, നിന്റെ മനസ്സിൻ്റെ വിഷമം എന്തായാലും എനിക്ക് മനസ്സിലായി. ഏതായാലും നീ ഇവരുടെ കൂടെ കൂടി മനസ്സൊക്കെ ഒന്ന് തണുപ്പിച്ച് കൊഴുപ്പിച്ചിട്ട് കയറി വന്നാൽ മതി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ കയറി പോയി. ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ അവിടെ നിൽക്കും. അപ്പോൾ കൊച്ചമ്മയെന്നും വിളിച്ച് ഈ വന്നവർ ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒന്ന് പോടാ അവിടെ നിന്നും പറഞ്ഞു. അപ്പോൾ എനിക്കൊരു 500 രൂപയും കൂടെ വേണമെന്ന് പറഞ്ഞു. 500 ഒരു കോപ്പം തരുവല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ചന്ദ്രയുടെ ചെവി പൊളത്തി വെക്കുന്ന രീതിയിൽ അവിടെ നിന്ന് അവർ കൊട്ടും പാട്ടും കേൾപ്പിക്കുക. ചന്ദ്ര ഗതികേട് കൊണ്ട് പൈസ കൊടുത്തു, അല്ലെങ്കിൽ അവർ പോവില്ല എന്നുള്ള ഉറപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ശ്രുതിയും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു സങ്കടപ്പെട്ട്. അപ്പോൾ അമ്മ മക്കൾക്ക് 2 പേർക്കും ചായ ആയിട്ട് വരുന്നു. എത്ര സങ്കടമാണെങ്കിലും തിന്നാനും കുടിക്കാനും ഉണ്ടെങ്കിൽ ശ്രുതി അത് ചെയ്യും. ശ്രുതി അങ്ങനെ ആ ഒരു എന്നാ പറയുന്നത്, ഒരു ഉളുപ്പമില്ലാതെ അവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് കുടിക്കും മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. 2 എണ്ണങ്ങളും കൂടെ ചായയും കുടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇങ്ങനെ ചോദിക്കുക. അത് പിന്നെ അമ്മേ, നീ വളഞ്ഞും പൊളഞ്ഞും ഒന്നും പറയാൻ നിൽക്കണ്ട, നേരാ വണ്ണം എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പ്രൈസ് കിട്ടിയില്ല എന്ന് കരുതി ഞങ്ങൾ തോറ്റോട്ടൊന്നുമില്ല, പിന്നെ തോക്കാതെ പിന്നെ എന്നാ നിനക്കൊക്കെ കിട്ടിയത്? നിങ്ങൾ 2 പേരും നന്നായി പഠിച്ചവരാണല്ലോ. മത്സരത്തിൽ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും നിങ്ങൾ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞിട്ടില്ലേ?
ശ്രുതി അന്നേരം ഈ ശ്രുതിയുടെ നേരെ നോക്കുക. അത് പിന്നെ ഞങ്ങൾ ശരിയായിട്ട് ഉത്തരവൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ ജഡ്ജസിന് ഞങ്ങളുടെ അത്ര ബുദ്ധി ഇല്ലാണ്ടായി പോയി. അമ്മേ ഞങ്ങൾ പറഞ്ഞതൊന്നും അവർക്ക് മനസ്സിലായില്ല അമ്മേ, അതാന്നേ പറ്റിപ്പോയത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ചന്ദ്ര നേരം ശ്രുതി ഇങ്ങനെ തുറച്ചു നോക്കുവാണ്. അമ്മ എന്താ ഇങ്ങനെ തന്നെ നോക്കുന്നേ? പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് പറയിപ്പിക്കുന്നത് നിന്നെ പോലെ ഉള്ളവന്മാരാണെന്ന കാര്യം ശ്രുതിയെ പറ്റി ചന്ദ്ര പറയാം. ശ്രുതി നിനക്കെങ്കിലും നേരാവണ്ണോന്ന് ഉത്തരം പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ ആൻറ്റി ഞങ്ങൾക്ക് അറിയാവുന്നതല്ല ആൻറ്റി, ഞങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ആൻസർ ഞങ്ങളെ കൊണ്ട് പറയാൻ പറ്റുമോ എന്ന് ശ്രുതിയുടെ വക ഒരു ഡയലോഗും കൂടി. അന്നേരം എന്ന് പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ നിൽക്കുക. കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാ കപ്പിൾസും പരസ്പരം വഴക്കിടുന്നവരാ. വഴക്കിടാത്തവരായിട്ട് ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അമ്മേ. അപ്പോൾ ശരിക്കും അല്ലേ ഞങ്ങൾക്ക് പ്രൈസ് തരേണ്ടിയിരുന്നതല്ലേ? എല്ലാം ഒരു തരം പൊളിറ്റിക്സ് ആണ് അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇല്ലാത്തതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ കേട്ട് ചന്ദ്ര അന്തം വിട്ട് നിൽക്കുക മകൻ്റെ ബുദ്ധിയെപ്പറ്റി ആലോചിച്ചിട്ടേ. അങ്ങനെ ആ 1,00,000 രൂപയുടെ പ്രൈസും കയ്യിൽ പിടിച്ച് നമ്മുടെ സച്ചിയും രേവതി എവിടെ ഇരിക്കുമ്പം നമുക്കിത് ഇവിടെ തൂക്കാം എന്ന് പറഞ്ഞു. ഹൈജി അതൊന്നും വേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ടെറസിൽ മുറി കിട്ടുമല്ലോ, അതിന് മുന്നിൽ നമുക്ക് ഒട്ടിക്കാം. എന്താ? അല്ലെങ്കിൽ അതും വേണ്ട, ഈ വീടിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് ഒട്ടിക്കാം. വരുന്നവരും പോകുന്നവരും ഒക്കെ ഒന്ന് കാണട്ടെന്നേ, അവരൊക്കെ നമ്മളെപ്പറ്റി ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറയുമ്പം എന്ത് മനസ്സിലാക്കാനാണെന്ന് ചോദിച്ചു. നമ്മളും ലക്ഷത്തിൽ ഏറ്റവും നല്ല ജോഡിയാണെന്നുള്ളതെന്ന് പറയുന്ന സച്ചിയോട് അതിന് 1,00,000 പേരൊന്നും അവിടെ മത്സരിച്ചില്ലല്ലോ എന്ന് രേവതി പറഞ്ഞു. 1,00,000 പേര് മത്സരിച്ചാലും നമുക്ക് ഈ സമ്മാനം തന്നെ കിട്ടും, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്നും സച്ചി രേവതിയോട് പറയുക. നമ്മളെക്കാളും നല്ല കപ്പിൾസ് വേറെ ഇല്ല രേവതി എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ രേവതി ഇരുന്ന് ചിരിക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് അതെ ഇതൊന്നും ഇവിടെ വെച്ചല്ല പറയേണ്ടത്, നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി പോകുമ്പോഴേക്കും അല്ലമ്മേ അതെ എൻ്റെ ബലമായ സംശയം ഇവർ കാശ് കൊടുത്ത് ജഡ്ജസിനെ സ്വാധീനിച്ചതാണോ എന്ന് ഇതെല്ലാം പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ചന്ദ്രമതിയെ സോപ്പിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അതിനുള്ള നീക്കിയിരിപ്പൊന്നും രണ്ടിൻ്റെയും കയ്യിലില്ല എന്ന് ചന്ദ്ര പറയും. ഈ മാല കെട്ടാനുള്ള കാശ് പോരാ സ്വാധീനിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അതിനും പുച്ഛിച്ച് പരിഹസിച്ച് ഇറങ്ങി വരും. അപ്പോഴത്തേക്കും സച്ചിയും രേവതി ഇതും പിടിച്ച് അങ്ങോട്ടേക്ക് വരുന്നു. ഇതും പിടിച്ച് ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആ സാധനം കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ എല്ലാവർക്കും കാണാൻ പാകത്തിന് വെക്കുകയും ചെയ്തു. അപ്പം നേരത്തെ പറഞ്ഞ് നമുക്ക് ഒന്നുകൂടെ പറയാമെന്ന് സച്ചി പറഞ്ഞു ഇവർ കേൾക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ ലക്ഷത്തില് ഏറ്റവും മികച്ച ജോഡി എന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതികളും നിന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയും മക്കളും കൂടെ അതിലെ വരുന്നു. ഇവർ ഈ സംസാരം കേൾക്കുന്നു, തിരിഞ്ഞു നിന്ന് നോക്കുന്നു. അല്ല രേവതി, അപ്പോൾ അതെ അതിന് 1,00,000 പേരൊന്നുമല്ലോ മത്സരിച്ചില്ലല്ലോ എൻ്റെ ചേട്ടാ എന്നിങ്ങനെ നമ്മുടെ സച്ചേട്ടാ എന്ന് രേവതി. അങ്ങനെയാണോ പറയേണ്ടത്, ഇങ്ങനെ പറ എന്ന് പറഞ്ഞു സച്ചി. എന്നിട്ട് രേവതി അതെ അതൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു രേവതി. പിന്നെ ചിലർ നമ്മളെ അവിടെ കിടന്ന് വെല്ലുവിളിച്ചിരുന്നു എന്നൊക്കെ സച്ചി. അഴി കൂടുന്നതിനാണെങ്കിൽ നമുക്ക് അവാർഡ് കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുക. അല്ല അത് മാത്രമല്ല അവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല എന്നുകൂടി പറഞ്ഞിരുന്നു എന്ന് രേവതി തിരുത്തി കൊടുക്കും. അതെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി. ആരുടെയും വായ അടയ്ക്കാനൊന്നും നോക്കണ്ട രേവതി, ഒരു വശത്ത് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, പറഞ്ഞോട്ടെ, മറുവശത്ത് നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കുമെന്ന് സച്ചി അവിടെ നിന്ന് രേവതിയോട് പറയുമ്പം എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ ചന്ദ്രി ഇനി എന്താ പറയണ്ടേന്ന് സച്ചി എന്നിട്ട് പതുക്കെ രേവതിയോട് ചോദിക്കാം. മതി നമുക്ക് പോകാം എന്ന് പറഞ്ഞിങ്ങനെ രേവതി സച്ചിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും എടാ 1,00,000 അല്ലേ നിന്റെ കയ്യിലേക്ക് കിട്ടിയത്, 1 കോടി കിട്ടിയതുപോലെയാണല്ലോ നീ നെഗളിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പം 1,00,000 കിട്ടിയതെങ്കിൽ അത് ചുമ്മാ കിട്ടിയതൊന്നും അല്ലല്ലോ, ആണോ? ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നന്നായി ജീവിച്ചു വന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അതൊന്ന് സച്ചി എന്നിട്ട് ഇവനോട് പറഞ്ഞു. 7 ഡിഗ്രി വാങ്ങി നിനക്കത് കിട്ടിയില്ലല്ലോടാ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ പറഞ്ഞ അമ്മയെ നോക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ രവിയേട്ടൻ ഇറങ്ങി വരും. ഒരു വീടിൻ്റെ ചിരി വരുന്നുണ്ട് കേട്ടോ ഇവരുടെ ഈ വർത്താനം കേട്ടിട്ട്. അന്നേരം അച്ഛാ ഒരു ദിവസം കൊണ്ടേ ഞങ്ങൾ 1,00,000 രൂപ സമ്പാദിച്ചാ. പിന്നെ പറയുന്നത് കേട്ടാൽ തോന്നും അധ്വാനിച്ച് വേറെ പൊഴുക്കി സമ്പാദിച്ചതാണെന്ന്. അപ്പോൾ എന്താ ചന്ദ്ര ഇത്? ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയ അംഗീകാരത്തിൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടതെന്ന് രവിയേട്ടൻ ചന്ദ്രമതിയോട് ചോദിച്ചു. അച്ഛാ ചിലവൊക്കെ കഴിഞ്ഞ് 1,00,000 രൂപ സമ്പാദിക്കണമെങ്കിൽ ഞാൻ എത്ര ദിവസം വണ്ടി ഓടിക്കണോ അച്ഛാ? ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് കിട്ടിയില്ലേ എന്നും സച്ചി ഇങ്ങനെ രവിയേട്ടനോട് ചോദിക്കാം. എടാ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ അകലമില്ലടാ. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കൂടുന്നത് അത്രയേറെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്നൊക്കെ എനിക്കറിയാവുന്നു രവിയേട്ടൻ ഇങ്ങനെ മക്കളോട് പറയും. അർഹതപ്പെട്ട അംഗീകാരം തന്നെയാണ് മക്കളെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്നും രവിയേട്ടൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അങ്ങനെ ഇവരതെല്ലാം സംസാരിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുന്നിടത്ത് നിന്നിട്ട് നമ്മുടെ കഥ അവസാനിച്ചു. എന്തായാലും ചന്ദ്രമതിക്ക് ഇടിവെട്ട് പണിയായിപ്പോയി, വെള്ളിടി വെട്ടിയതുപോലെ ആയിപ്പോയി. അങ്ങനെ ചന്ദ്രമതി അന്തം വിട്ട് കൊന്തം വിഴുങ്ങി തകർന്ന് തരിപ്പണമായിട്ട് തൊലി ഉരിഞ്ഞിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ അടാറ് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ
എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റ. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ എല്ലാവർക്കും see you.